വെൽക്കം ടു നാറ്റമി. എല്ലാവർക്കും NIOS ഒക്ടോബർ ബാച്ചിൻ്റെ എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും എക്സാമിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നവരാണ് അല്ലേ? അടുത്ത മന്താണ് നമുക്ക് എക്സാം വരുന്നത്. ഈ ഒരു എക്സാമിൽ കഴിഞ്ഞ 2 സെക്ഷനിലും നമ്മൾ എക്സാമിന് വരാവുന്ന ചാപ്റ്റേഴ്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അതുപോലെ അതിൻ്റെ ആൻസേഴ്സുകളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് 8 അധ്യായങ്ങളാണ് നമ്മൾ ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് 16ാമത്തെ അധ്യായമായിട്ടുള്ള ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്നുള്ള അധ്യായവും അതുപോലെ 17ാമത്തെ അധ്യായമായിട്ടുള്ള ഇന്ത്യ ഹർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറയുന്ന അധ്യായത്തിൻ്റെയും 18ാമത്തെ അധ്യായമായിട്ടുള്ള നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന അധ്യായത്തിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളുമാണ് നമുക്കൊരു ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ 21ാമത്തെ അധ്യായം, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അൺടെക്സ്റ്റ് അല്ലേ, ടെക്സ്റ്റ് ബുക്കിലല്ലാത്ത, അതായത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഭാഗങ്ങളായിരിക്കും നമ്മുടെ എക്സാമിന് ചോദിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും കഥയിൽ നിന്നുള്ള അല്പം ഭാഗം മാത്രം ചോദിച്ചിട്ട് ആ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നമുക്കതിൽ നിന്ന് മാത്രമുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ രൂപത്തിലാണ് 21ാമത്തെ അധ്യായം നമുക്കുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു 4 ചാപ്റ്റേഴ്സിൽ നിന്നും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് 16ാമത്തെ അധ്യായത്തിൽ നിന്ന് ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്നുള്ള അധ്യായത്തിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഹൗ മെനി ഇയേഴ്സ് ഹാഡ് ആരാധന ബീൻ വിത്ത് ഹെർ അഡോപ്റ്റഡ് പാരൻസ്? അല്ലേ, ആരാധനയെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പാരൻസിൻ്റെ അടുത്ത് എത്ര വർഷമാണ് നമ്മളുടെ ആരാധന ജീവിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, എത്ര വർഷമാണ് ജീവിച്ചിട്ടുള്ളത്? അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, A 12, B 21, C 18, D 9. ഓക്കെ, എത്ര വർഷമാണ്? ഓപ്ഷൻ സി ആണ്, 18 ഇയേഴ്സ് ആണ് ആരാധന അഡോപ്റ്റഡ് പാരൻസിൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ളത്. ഓക്കെ, അതിനുള്ള കാരണവും പറയുന്നുണ്ട്, ജസ്റ്റിഫിക്കേഷൻ പറയുന്നുണ്ട്. എന്താണ് അവിടെ നമുക്ക് നോക്കാം. ജസ്റ്റിഫിക്കേഷൻ, ഹെർ മദർ സുനിത ടോൾഡ് ഹെർ ദാറ്റ്, അല്ലെ, നമ്മുടെ ആരാധനയുടെ മദർ പറയാണ്, എന്താ പറഞ്ഞത്? ഫോർ ഓൾമോസ്റ്റ് 18 ഇയേഴ്സ് ഐ ഹാവ് കെയർഡ് ഫോർ യു. അല്ലേ, ഓൾമോസ്റ്റ് ഏകദേശം 18 വർഷത്തോളം ഞാൻ നിന്നെ പരിചരിച്ചിട്ടുണ്ട്. യു ഐ ഹാവ് ലോഫ്ഡ് വിത്ത് യു ആൻഡ് ഐ ഹാവ് ക്യാരീഡ് ഫോർ യു. അല്ലേ, അതായത് ഞാൻ നിനക്ക് വേണ്ടി ചിരിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്, അതുപോലെ നിനക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. 18 വർഷത്തോളം ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ആരാധനയുടെ അമ്മ പറയുന്നുണ്ട് എന്നുള്ളതാണ് അതിനുള്ള ന്യായീകരണം. അതുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും നമുക്ക് അതിന് ആൻസേഴ്സ് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അതിൻ്റെ വൈ വേർ ആരാധനാസ് ഫാമിലി മെമ്പേഴ്സ് പ്രൗഡ് ഓഫ് ഹെർ? എന്തുകൊണ്ടാണ് ആരാധനയുടെ ഫാമിലി ആരാധനയെ കാരണമായിട്ട് അഭിമാനിക്കാനുള്ള സാഹചര്യം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിന് ആൻസർ എന്താണ്? ആരാധന വാസ് എ വെരി ടാലന്റഡ് ആൻഡ് ജോർജിയസ് ഗേൾ. അതായത് നമ്മളുടെ ആരാധന വളരെ ബ്രില്യൻ്റ് ഗേളായിരുന്നു. നല്ല കഴിവുള്ള, എല്ലാത്തിനും കഴിവ് തെളിയിക്കുന്ന ഒരു ഗേളായിരുന്നു നമ്മളുടെ ആരാധന എന്ന് പറയുന്ന പെൺകുട്ടി. ഷീ ഹാഡ് എ ഗുഡ് ഫിഗർ ആൻഡ് ഫൈൻ ക്യാരക്ടറൈസസ്. അല്ലെ, ഒരുപാട് നല്ല ഗുണവിശേഷണങ്ങളുള്ള ഒരു വ്യക്തിയാണ് നമ്മളുടെ ആരാധന എന്ന് പറയുന്നത്. അതുപോലെ ഷീ വാസ് എൻ അക്കംപ്ലിഷ്ഡ് ഭരതനാട്യം ഡാൻസർ. അതായത് നമ്മളുടെ ആരാധന എന്ന് പറയുന്ന ഗേള് ഭരതനാട്യം ഡാൻസുമായിട്ട് ഒരുപാട് താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഷീ വാസ് പ്രിഫേർഡ് ടു പെർഫോം ദ ഡാൻസ് ഫോർ ഓപ്പണിംഗ് സെറമണി ഫോർ ദ പ്രോഗ്രാം ഫോർ ആനുവൽ ഡാൻസ് കൺസെപ്റ്റ്. അല്ലേ, അതായത് നമ്മളുടെ കമലാദേവി സ്കൂളിലെ ഡാൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഉദ്ഘാടന പരിപാടിക്ക് തൻ്റെ ഭരതനാട്യം അവതരിപ്പിക്കാൻ നന്നായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ആരാധനയെക്കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ആരാധന ഡാൻസ്ഡ് ഫോർ ഹർ ഫാദർ. അല്ലേ, നമ്മളുടെ ആരാധന അച്ഛന് വേണ്ടിയാണ് ഡാൻസ് ചെയ്തിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ട്രൂ ഓർ ഫാൾ? ഓക്കെ, ശരിയാണോ തെറ്റാണോ എന്ന് തിരഞ്ഞെടുക്കാനാണ്. ഓക്കെ, നമുക്കറിയാം എന്താണ് ശരിയായിട്ടുള്ളത്. ആരാധന ഡാൻസർ ഫോർ ഹർ മദർ ഓൺലി. ഓക്കെ, അമ്മക്ക് വേണ്ടി മാത്രമാണ് അവിടെ
ആരാധന ഡാൻസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. ദാറ്റ് പേഴ്സൺ വാസ് ഹെർ മദർ. ഓക്കെ, നമ്മളുടെ ആരാധന എന്നുള്ള കുട്ടിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷീ ഡാൻസ്ഡ് ഓൺലി ഫോർ ഹർ ബിക്കോസ് ഷീ ലവ്ഡ് ഹെർ മദർ വെരി മച്ച്. അല്ലെ, വളരെ അത്യാവശ്യമായിട്ട് വളരെ നന്നായിട്ട് അമ്മയെ സ്നേഹിച്ച കുട്ടിയാണ് നമ്മളുടെ ആരാധന എന്ന് പറയുന്നത്. അതുപോലെ ഇത് ചോദിച്ചിട്ടുള്ള മുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടല്ലോ, വൈ വേർ ആരാധനാസ് ഫാമിലി മെമ്പേഴ്സ് പ്രൗഡ് ഓഫ് ഹെർ. എന്തുകൊണ്ടാണ് നമ്മളുടെ ആരാധനയുടെ ഫാമിലി ആരാധന കാരണം പ്രൗഡ് ആവാനുള്ള കാരണം എന്താണ് നന്നായിട്ട് അഭിമാനിക്കാനുള്ള കാരണം എന്താണ്? നമ്മളുടെ ആരാധന എന്ന് പറയുന്ന കുട്ടി ഒരുപാട് ഭരതനാട്യം ഇഷ്ടപ്പെടുകയും ഭരതനാട്യത്തിന് വേണ്ടി അവിടെ സ്കൂളിൽ കമലാദേവി സ്കൂളിൽ മ്യൂസിക് അസോസിയേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിൽ ഡാൻസ് ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രാക്ടീസ് നടത്തിയിട്ടുണ്ട്. ഒരുപാട് കഴിവുകൾ തെളിയിച്ച കുട്ടിയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായിട്ട് അഭിമാനിക്കാവുന്ന ഒരു നിമിഷത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ട്രൂത്ത് ആരാധന വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ, ആരാധനയുടെ ഈ ഒരു കഴിവ് അല്ലെങ്കിൽ ആരാധനയെ കണ്ടെത്താനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശരിയായ രീതി എന്താണെന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ഡിഡ് ഷീ ആക്ച്വലി ഡിസ്കവർ. ശരിക്കും എന്താണ് ആരാധന കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡിഡ് മദർ കൺസോൾ ആരാധന ഓൺ ഹിയറിംഗ് ഹെർസെൽഫ് ആൻഡ് അഡോപ്റ്റഡ് ചൈൽഡ്. നമ്മളുടെ ആരാധനയെ ഒരു സ്ത്രീ എന്ത് പറയുന്നുണ്ട്? ഇനിയൊരു അഡോപ്റ്റഡ് ഗേൾ ആണെന്ന് പറയുന്നത് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്, സങ്കടപ്പെടുത്തുന്നുണ്ട്. അപ്പോഴാണ് നമ്മളുടെ ആരാധന ഒരു ഡാൻസ് പെർഫോമിൽ നിന്നും മാറി നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ അമ്മ പ്രോത്സാഹിപ്പിച്ചിട്ട് വീണ്ടും സ്റ്റേജിലേക്ക് കയറ്റുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് മദർ കൺസോൾ ആരാധന. എങ്ങനെയാണ് നമ്മളുടെ ആരാധനയെ അമ്മ പരിഹരിക്കുന്നത്? തൻ്റെ പെർഫോമിങ്, അതായത് ഡാൻസ് പെർഫോമിങ് നന്നായിട്ട് ഉഷാറാക്കണമെന്ന് പറഞ്ഞിട്ട് ശരിയാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് ക്വസ്റ്റ്യനും ആൻസർ ഇവിടെ കണ്ടെത്താം. ആരാധന വാസ് ദ ടാലന്റഡ് ഡാൻസർ ഓഫ് കമലാദേവി സ്കൂൾ. കമലാദേവി സ്കൂളിലെ ഒരു ടാലന്റഡ് ഡാൻസർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ആര്? നമ്മളുടെ ആരാധന എന്ന് പറയുന്ന കുട്ടി. മാത്രമല്ല ആ ഒരു കുട്ടിക്ക് ഒരുപാട് കഴിവുണ്ടായിരുന്നു. ഒക്കെ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. വൺസ് when she was going to present a dance in a school program, her aunt Pamela revealed a mystery. അതായത് ഒരുപാട് ആഗ്രഹത്തോടു കൂടി സ്കൂൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ തൻ്റെ ഡാൻസ് കൊണ്ട് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ള കുട്ടിയായിരുന്നു നമ്മളുടെ ആരാധന എന്ന് പറഞ്ഞ കുട്ടി. അപ്പോൾ ആരാധനയെ ഒരു ചെറിയൊരു മിസ്റ്ററി കൊണ്ട്, ഒരു കുത്തുവാക്ക് കൊണ്ട് നമ്മളുടെ ആരാധനയെ നോവിക്കുന്നത് ആരാണ്? പ്രമീള എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ നമ്മളുടെ ആരാധനയുടെ അമ്മായിയാണ്. ഓക്കെ, ആൻറ്റിയാണ്. അതുപോലെ ഓഫ് ഹെർ അഡോപ്ഷൻ. എന്ത് പറഞ്ഞിട്ടാണ് കുട്ടിയെ കളിയാക്കുന്നത്? നീ ഒരു അഡോപ്റ്റഡ് ഗേളാണ്, നിനക്ക് അമ്മയില്ല അച്ഛനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയെ കളിയാക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മളുടെ കുട്ടിക്ക് എന്താവുന്നുണ്ട്? സങ്കടമാകുന്നുണ്ട്. ടോൾഡ് ആരാധന ദാറ്റ് ഷീ വാസ് എൻ അഡോപ്റ്റഡ് ചൈൽഡ്. ആ കുട്ടിയോട് പറഞ്ഞു എന്ത്? നീ ഒരു അഡോപ്റ്റഡ് ചൈൽഡാണെന്ന് പറഞ്ഞു. ഷീ വാസ് ഷോക്ക്ഡ് ടു നോ ഇറ്റ്. അല്ലേ, ഇത് അറിഞ്ഞ ഉടനെ നമ്മളുടെ ആരാധന ഒരുപാട് പേടിച്ച് വിറക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നൗ ഷീ വാണ്ടഡ് ടു നോ ദ ട്രൂത്ത് അബൌട്ട് ഹെർ പാരൻസ്. ഇപ്പോൾ ഇത് കേട്ട അവസ്ഥയിൽ തന്നെ നമ്മളുടെ ആരാധനയ്ക്ക് സത്യം എന്താണെന്ന് തിരിച്ചറിയണം. തൻ്റെ പേരൻസ് ആരാണെന്ന് ആരാധനക്ക് അറിയേണ്ടതുണ്ട്. അത് മാത്രമല്ല, നമ്മളുടെ ഹു ഹാഡ് ഗിവൺ ഹെർ ബർത്ത് ഷീ വാസ് ട്രൂലി അപ്സെറ്റ്. അതായത് ശരിക്കും ഈ കുട്ടിയെ പ്രസവിച്ചിട്ടുള്ളത് ആരാണെന്നൊക്കെ നമ്മളുടെ ആരാധനയുടെ ഉള്ളിലിങ്ങനെ നുരഞ്ഞു പൊന്തുന്നുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വരികയാണ്. കാരണം എന്താ? ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള, താൻ ഒരുപാട് കൊതിച്ചിട്ടുള്ള ഡാൻസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് പ്രമീള എന്ന് പറയുന്ന ആൻറ്റി ഒരു കുത്തുവാക്ക് കൊണ്ട് ഈ കുട്ടിയെ നോവിക്കുന്നത്. ഇത് കേട്ട ഉടനെ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവുകയാണ്. തനിക്ക് അമ്മയില്ല അച്ഛനില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം കുട്ടിക്ക് ശരിക്കും എന്താണ് സത്യാവസ്ഥ എന്ന് അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്.
her mother tried to convince her by all the means. എല്ലാ അർത്ഥത്തിലും അമ്മ ആ കുട്ടിയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, അങ്ങനൊന്നും കാര്യമാക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയെ ഒരുപാട് കൺവിൻസ് ചെയ്യാൻ വേണ്ടി അമ്മ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബട്ട് ഷീ വാണ്ടഡ് ടു നോ ഫോർ സെർട്ടൈൻ ദ ട്രൂത്ത് അബൌട്ട് ദ റിയൽ പാരൻസ്. പക്ഷേ ഈ കുട്ടിക്ക് തൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് അറിയേണ്ടതുണ്ട്. ഇങ്ങനൊന്നും പറഞ്ഞാൽ പോരാ, എനിക്കെന്താണ് ഈ പ്രമീള പറഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടണമെന്ന് അമ്മയോട് ഈ ആരാധന പറയുകയാണ്. മാത്രമല്ല മദർ ഹാഡ് കൺസോൾഡ് ആരാധന സേയിങ് ദാറ്റ് ഷീ വാസ് ഹെർ ഓൺ ചൈൽഡ്. അമ്മ കുട്ടിയോട് പറയാണ്, ഇല്ല ഇത് നീ എൻ്റെ സ്വന്തം മകൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ കൺസോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബോത്ത് മദർ ആൻഡ് ഫാദർ ഹാഡ് ലവ്ഡ് ഹെർ വെരി മച്ച്. ഈ രണ്ട് അമ്മയും അച്ഛനും ഒരുപാട് അധികം ഈ കുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മദർ ഹാഡ് ലോഫ്ഡ് വെൻ ഷീ ആരാധന ലോഫ്ഡ് ഹൻ ആൻഡ് മദർ ഹാഡ് ക്രൈഡ് വെൻ ഷീ ക്രൈഡ്. അതായത് ഈ കുട്ടി എപ്പോഴാണ് കരയുന്നത് അപ്പോൾ ഈ അമ്മയ്ക്കും കരയും, കുട്ടി എപ്പോഴാണോ ചിരിക്കുന്നത് അപ്പോഴും ഈ അമ്മ ചിരിക്കുന്ന. അതായത് എങ്ങനെയാണോ കുട്ടി ഉണ്ടാകുന്നത് കുട്ടിയുടെ അവസ്ഥക്കനുസരിച്ച് അമ്മയും മാറിയിരുന്നു എന്നുള്ളതാണ്. അപ്പം അത്രമാത്രം ഈ കുട്ടിയെ സ്നേഹിച്ചിട്ടുള്ള പേരൻസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, ഫോർ ഓൾമോസ്റ്റ് 18 years ഐ ഹാവ് കെയർഡ് ഫോർ യു. അല്ലേ, ഇവിടെ പറയുന്നുണ്ട്, അമ്മ പറയുന്നുണ്ട് ഏകദേശം 18 വർഷത്തോളം നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ള ഒരാളാണ് ഞാനെന്നൊക്കെ ഈ കുട്ടിയോട് അമ്മ പറയുന്നുണ്ട്. ഐ ഹാവ് ലോഫ്ഡ് വിത്ത് യു ആൻഡ് ഐ ഹാവ് ക്രൈഡ് ഫോർ യു. നിനക്ക് വേണ്ടി ചിരിച്ചു, നിനക്ക് വേണ്ടി കരഞ്ഞു. ഐ ഹാവ് ഗിവൺ യു 18 years ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ 18 വർഷത്തോളം നിനക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. ആരാധന റിയലൈസ്ഡ് ദാറ്റ് സുനിത വാസ് മോർ ദാൻ എ റിയൽ മദർ ടു ഹർ. അല്ലേ, മറ്റെന്തിനേക്കാളും എനിക്ക് ശരിക്കും എല്ലാത്തിനേക്കാളും ഒരു നല്ല അമ്മയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ആരാധന തിരിച്ചറിയുന്ന ഒരു സന്ദർഭം കൂടിയാണ് അത്. ഓക്കെ, അപ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ നമ്മൾ ഈ ഒരു കഥ മനസ്സിലാക്കിയാൽ തന്നെ അതിന് ആൻസർ ചെയ്യാൻ കഴിയുകയുള്ളൂ. കൃത്യമായി നമ്മളുടെ ഈ സ്റ്റോറി മനസ്സിലാക്കിയിട്ട് എക്സാമിന് പോവുക. ഇതിൽ നിന്നല്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു ചെറിയ ആകത്തുക നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്താണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്, എന്താണ് ആ ചാപ്റ്ററിൽ പറയുന്നത്, എല്ലാം പോയം ആയിക്കോട്ടെ, സ്റ്റോറി ആയിക്കോട്ടെ, നോവൽ ആയിക്കോട്ടെ, ഓട്ടോബയോഗ്രഫി ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഡസ് ആരാധനാസ് മദർ ആസ്ക് ഹർ ടു ഡു പ്രൂവ് ഹർ ലവ് ഫോർ ഹർ പാരൻസ്. അല്ലേ, അതായത് ആരാധനയോട് അമ്മ പറയുന്നുണ്ട്, അല്ലേ, ഞാൻ ശരിക്കും നിന്റെ പാരൻസ് ആണ്, ഒരുപാട് സ്നേഹം നൽകിയിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ആൻസർ എന്താ? ആരാധനാസ് മദർ ആസ്ക്ഡ് ടു ഹർ ഗോ ഓൺ ദി സ്റ്റേജ് ഡാൻസ് ആൻഡ് പ്രൂവ് ഹർ ലവ് ടുവാർഡ്സ് പാരൻസ്. അല്ലേ, നിനക്ക് വേണ്ടി ഒരുപാട് ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി നീ എന്താക്ക്, നിന്റെ സ്നേഹം തെളിയിക്ക്, പ്രൂവ് ചെയ്യ്, ഞങ്ങളുടെ മുന്നിൽ നീ ഡാൻസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ ഒരുപാട് കൺവിൻസ് ചെയ്തിട്ടാണ് കുട്ടിയെ സ്റ്റേജിലേക്ക് കയറ്റി വിടുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഗിഫ്റ്റ് ഹാഡ് ആരാധനാസ് പാരൻസ് ടു ഗോഡ് ഫോർ ഹെർ? വൈ ഡിഡ് ആരാധനാസ് മദർ ഗീവ് ഇറ്റ് ടു ഹെർ ഓൺ ദ ഡേ ഓഫ് ദ സ്കൂൾ ആനുവൽ ഫംഗ്ഷൻ? ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, എന്തൊരു ഗിഫ്റ്റാണ് ആരാധനയ്ക്ക് വേണ്ടി പേരൻസ് കരുതിയിട്ടുള്ളത്, അതുപോലെ തന്നെ എന്താണ് സ്കൂൾ ആനുവൽസ് ഡേക്ക് ഈ കുട്ടിക്ക് വേണ്ടി അമ്മ എന്താണ് നൽകിയെന്നുള്ളത് രണ്ട് ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ അതിനുള്ള ആൻസർ എന്താണ്? ആരാധനാസ് പാരൻസ് ഗോഡ് ഫോർ ഹെർ നെക്ലൈസ് ആസ് എ ഗിഫ്റ്റ്. ഒരു ഗിഫ്റ്റായിട്ട് നെക്ലൈസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ ഷീ ഗേവ് ഇറ്റ് ഹെർ ആസ് എ ടോക്കൺ ഓഫ് ഹൗ മച്ച് ദേ കെയർഡ് ആൻഡ് ലവ്ഡ് ഹെർ. അല്ലേ, അവർക്ക് ഇത് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയോടുകൂടി ആ കുട്ടിക്ക് മനസ്സിലാവാണ് ഇവർ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എത്രമാത്രം എന്നെ പരിചരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ കുട്ടിക്കൊരു ധാരണ വരികയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒരു എയും ബിയും കോളമാണ്. ഈ കോളത്തിൽ നിന്നും എ സ്യൂട്ടബിൾ ആക്കാനാണ്, ഓക്കെ, മാച്ച് ആയത് യോജിപ്പിക്കാനാണ്. പിക്ക് ഔട്ട് ദ വേർഡ്സ് ഫ്രം ദ ബോക്സ് വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ പീപ്പിൾ മെൻഷൻഡ് ഇൻ കോളം എ കോളം ബി. ഓക്കെ, ഫസ്റ്റ് എ കോളത്തിൽ കൊടുത്തിട്ടുള്ളത് ആരാധന. ഓക്കെ, അതുപോലെ തന്നെ ഹെർ സിസ്റ്റർ, ദർ മദർ, ദർ ഗ്രാൻഡ് മദർ, ഓൺ പ്രമീല. ഓപ്ഷൻസ് നോക്കാം. മാൻ ആൻഡ് ക്രൂവൽ, ഓക്കെ, എ കെയറിംഗ് പേഴ്സൺ, ഡിവോട്ടഡ് പാരന്റ്, ആൻ എക്സലന്റ് ഡാൻസർ, വൈസ് ആൻഡ് ലവിംഗ്. ഓക്കെ,
ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ നൽകണം എന്നുള്ളതാണ്. എന്താണ് ആരാധന? ആരാധന ആരായിരുന്നു നമുക്കറിയാം, ആൻഡ് എക്സലന്റ് ഡാൻസർ ആണ്. നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയായിരുന്നു ആര്? നമ്മളുടെ ആരാധന എന്ന് പറയുന്നത്. ഓക്കെ, ഹർ സിസ്റ്റർ, ആരാധനയുടെ സിസ്റ്ററോ ആരായിരുന്നു? ഓക്കെ, വൈസ് ആൻഡ് ലവിങ്, ഒരുപാട് ബുദ്ധിമതിയുമാണ്, മാത്രമല്ല ഒരുപാട് ഈ കുട്ടിയെ സ്നേഹിച്ചിട്ടുള്ള, സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ആളും കൂടിയാണ് അവളുടെ സിസ്റ്റർ എന്ന് പറയുന്നത്. ദർ മദർ, ആ കുട്ടിയുടെ അമ്മ അല്ലെ, ആരാധനയുടെ അമ്മ. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേരാണ് സുനിത എന്നുള്ളതാണ്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, ഇപ്പൊ എന്താണ് ആൻസർ? എന്താണ്? ദർ മദർ ഡിവോട്ടഡ് പാരന്റ് ആണ് അല്ലെ, കുട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, കുട്ടിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സ്നേഹമുള്ള പാരന്റ് ആണ്. അതുപോലെ തന്നെ ദർ ഗ്രാൻഡ് മദറെ കുറിച്ച് പറയുന്നുണ്ട്. ഗ്രാൻഡ് മദറുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് നമ്മളുടെ ആരാധന സ്റ്റേജിലേക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഗ്രാൻഡ് മദറെ കുറിച്ച് പറയുന്നുണ്ട്. ഗ്രാൻഡ് മദർ എന്തായിരുന്നു? എ കെയറിംഗ് പേഴ്സൺ അല്ലേ, ആരാധനയെ നന്നായിട്ട് പരിചരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ആൻഡ് പ്രമീള, ആൻഡ് പ്രമീളയെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ്? നമുക്കറിയാം, മീൻ ആൻഡ് ക്രൂവൽ, വളരെ ഉള്ളിൽ ക്രൂവാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ് നമ്മളുടെ ഈ പ്രമീള എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ 16-ാമത്തെ അധ്യായമായിട്ടുള്ള ഐ മസ്റ്റ് നോ ദി ട്രൂത്ത് എന്ന് പറയുന്ന അധ്യായത്തിൽ ഉള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസേഴ്സുകളും പറഞ്ഞു. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് ചാപ്റ്റേഴ്സിലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏത് ചാപ്റ്റേഴ്സിലും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ചെറിയൊരു ബ്രീഫ് നമ്മളുടെ അടുത്ത് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രീഫ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മളുടെ ആരാധന എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥയാണ്. ഒരുപാട് ഡാൻസ് ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ്. മാത്രമല്ല അവിടെ സ്കൂളിൽ ഉണ്ടാകുന്ന ഒരു ആനുവൽ ഡേക്ക് കുട്ടിയുടെ ഡാൻസ് പെർഫോം ചെയ്യാമെന്ന് അവരുടെ അസോസിയേഷൻ തിരഞ്ഞെടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ആരാധനയെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട്, വളരെ ആഗ്രഹത്തോടു കൂടി ഈ ഒരു ഡാൻസ് പെർഫോമിങ്ങിന് വേണ്ടി കുട്ടി പോകുന്ന അവസരത്തിൽ നമ്മളുടെ കുട്ടി അവിടെ നിൽക്കുന്ന സമയത്ത് ആൻറ്റി ആയിട്ടുള്ള പ്രമീള വന്നിട്ട് കുട്ടിയെ കുത്തുവാക്ക് കൊണ്ട് നോവിക്കുകയാണ്. എന്താ പറയുന്നത്? നീ എന്തല്ല ശരിക്കും ഒരു നിനക്ക് പാരൻ്റ് ഇല്ല, നിന്നെ ദത്തെടുത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ നോവിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും. കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അപ്പം അമ്മയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്, നിനക്ക് വേണ്ടി 18 വർഷത്തോളം ഞങ്ങൾ നോക്കിയില്ലേ, നിന്നെ വളർത്തി വലുതാക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ചാപ്റ്റർ. ഇതിൽ ശരിക്കും ഇതിൻ്റെ ഹൗ ദ ട്രൂത്ത്, ഐ മസ്റ്റ് നോ ദ ട്രൂത്ത്, എനിക്ക് സത്യമായിട്ടും അതിന് സത്യാവസ്ഥ, ശരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ എന്താ നോക്കാം. ചാപ്റ്റർ 17, ഇന്ത്യ ഹെർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ഇന്ത്യയുടെ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. 17-ാമത്തെ അധ്യായം സ്പീച്ചാണ്. ആരുടെ സ്പീച്ചാണ്? മുൻ പ്രധാനമന്ത്രിയായിരുന്ന നമ്മളുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്പീച്ചാണ് ഹെർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസേഴ്സുകളെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഇതിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ലീഡേഴ്സ് ഡെലിവേർഡ് ദ സ്പീച്ച്? ഓക്കെ, ഈ ഒരു സ്പീച്ച് ഇന്ത്യ ഹെർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറയുന്ന അധ്യായം ഏതൊരു ലീഡർ സ്പീച്ച് ചെയ്തിട്ടുള്ളതാണ്, ആരാണ് ഡെലിവർ ചെയ്തിട്ടുള്ളതെന്നാണ്. ഓപ്ഷൻ എ കൊടുത്തിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, അതുപോലെ ഓപ്ഷൻ സി രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ ഓപ്ഷൻ കാണുമ്പോഴേക്കും എന്തായത് എടുത്തെഴുതാൻ ശ്രമിക്കരുത്. ഒക്കെ ഒരേ ലീഡേഴ്സാണ്, നമ്മളുടെ സ്വതന്ത്ര സമര സേനാനികളാണ് എല്ലാവരും ഒരുപാട് ഇന്ത്യക്ക് വേണ്ടി പൊരുതിയിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓപ്ഷൻ എന്താണ് ഇതിൽ ശരിയായ ആൻസർ? എന്താണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ മേജർ ടാസ്ക് ദാറ്റ് നെഹ്റു ഫേസ്ഡ് ആസ് എ പ്രൈം മിനിസ്റ്റർ? ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ നമ്മുടെ നെഹ്റു അഭിമുഖീകരിച്ചിട്ടുള്ള ഫേസ് ചെയ്തിട്ടുള്ള പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കറിയാം. നെഹ്റു മെയിൻ ടാസ്ക് വാസ് ടു മേക്ക് ദ പബ്ലിക് അവേക്ക് ഫോർ ദ ഫ്യൂച്ചർ വിത്ത് ഹെൽപ്പ് ഓഫ് ദെയർ പാസ്റ്റ് മെമ്മറീസ്. അതായത് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതേ ഉള്ളൂ. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആളുകൾ എന്താകണം? പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. ഒരു നല്ലൊരു രാഷ്ട്രം
പടുത്തുയർത്തണം. അതായിരുന്നു നമ്മളുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്വപ്നം. ഓക്കെ, അപ്പം ഇവർ പഴയ കാര്യങ്ങളൊക്കെ മറന്നു കഴിഞ്ഞാലേ പുതിയൊരു രീതിയിലേക്ക്, ഒരു ന്യൂജൻ ഭാഗത്തിലേക്ക് നമ്മളുടെ ആളുകളെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതിന് ഒരുപാട് വികസനങ്ങൾ, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ആളുകളുടെ മൈൻഡിൽ വരണം. എന്നിരുന്നാലേ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ നമ്മളുടെ ജവഹർലാൽ നെഹ്റു ചിന്തിച്ചു. എന്താണ് നെക്സ്റ്റ് പറയണത്? ഹിസ് എയിം ഇൻ ദിസ് ടൈം ഓഫ് പ്രൈം മിനിസ്റ്റർഷിപ്പ് വാസ് ടു മേക്ക് പീപ്പിൾ ഈക്വൽ ടു റെഫറൻസ് ദ ബെസ്റ്റ് സ്ട്രക്ചർ ദാറ്റ് വിൽ ലീഡ് ദ കൺട്രി ടു പ്രോസ്പെരിറ്റി ആൻഡ് പ്രോഗ്രസ്. ഒരു രാജ്യം പുരോഗതിയിലേക്കും അതിൻ്റെ ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ, രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതിലെ വിഭവങ്ങളെ നല്ല രൂപത്തിൽ ഉപയോഗിച്ചാൽ മാത്രമേ രാജ്യം പുരോഗതിയിലേക്ക് എത്തുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആളുകൾ പറഞ്ഞതനുസരിച്ച് ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. ഒരുപാട് വർഷക്കാലം, 2 നൂറ്റാണ്ടോളം അല്ലേ, ഒരു 100-200 വർഷക്കാലം ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്ന ഇന്ത്യയെ പിടിച്ചെടുത്ത് സ്വാതന്ത്ര്യം ആസ്വദിച്ചു. ഇന്ത്യ സ്വതന്ത്രമായി. പക്ഷേ എന്ത് വേണം? ഇനിയൊരു രാഷ്ട്രം, പുതിയൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കേണ്ടത് ആരുടെ ബാധ്യതയായിരുന്നു? പ്രധാനമന്ത്രി എന്ന നിലയിൽ നമ്മളുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ബാധ്യതയായിരുന്നു. അപ്പം ഒരുപാട് ആളുകളെ നല്ല രൂപത്തിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നൊക്കെ അകറ്റി നിർത്തി നല്ലൊരു എല്ലാത്തിനും പറ്റിയ, എല്ലാ മതസ്ഥർക്കും ഒരുപോലെ ഇന്ന് കാണുന്ന രൂപത്തിൽ ഒരുപോലെ ജീവിക്കാൻ പറ്റിയ ഒരു രാജ്യം നമുക്ക് പടുത്തുയർത്തേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡസ് നെഹ്റുജി നോ അബൌട്ട് ദ ആൻഷ്യന്റ് ഇന്ത്യ? നെഹ്റുജിക്ക് ആൻഷ്യന്റ് പുരാതന ഇന്ത്യയെക്കുറിച്ച് അറിയാമായിരുന്നു. എന്താണ് പറയാനുള്ള കാരണം? മാത്രമല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഡസ് ഹി വിഷ് ഫോർ ദ ഫ്യൂച്ചർ? ഇന്ത്യ എന്താവണമെന്നാണ്, ഭാവിയിൽ ഇന്ത്യ എങ്ങനെ ആവണമെന്നാണ് നമ്മളുടെ നെഹ്റു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നോക്കാം. നെഹ്റുജി ഹാസ് എ ഡീപ്പ് നോളേജ് ഓഫ് ആൻഷ്യന്റ് ടൈം. നെഹ്റുജിക്ക് ഇന്ത്യയുടെ പുരാതന കാലത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിവുള്ള ആളായിരുന്നു. മാത്രമല്ല ഇറ്റ് സീംസ് ദാറ്റ് ഒബ്സർവ്ഡ് ഈച്ച് ആൻഡ് എവറി ഡേ ദാറ്റ് ടൈം. ഓക്കെ, ആ ഒരു സമയത്ത് ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഹി ടോൾഡ് അബൌട്ട് ദ ഇന്ത്യ വിത്ത് എ ഫീലിംഗ് ഓഫ് പ്രൈഡ്. ഇന്ത്യ ഇപ്പോൾ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷത്തിലാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മളുടെ നെഹ്റുജി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, at that time Indians were strong. They were eager to know new facts about each field, whether it was technology, religion or social. Indians were many times stronger and energetic than he present. Nehru dreamed brightly about India shining. ഇന്ത്യ ഒരു തിളങ്ങുന്ന ഇന്ത്യയെ വാർത്തെടുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് നമ്മളുടെ നെഹ്റുജി. എന്തൊക്കെയാണ് അന്നത്തെ ആ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഈ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് രാത്രി ജനങ്ങളെ അഭിമുഖീകരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്ത്യക്ക് പുതിയൊരു കാര്യങ്ങൾ, പുതിയൊരു രാഷ്ട്ര തലം വേണം. അതുപോലെ പുതിയ കാര്യങ്ങൾ, പുതിയ ഒരു ടെക്നോളജിയിലൊക്കെ ഒരുപാട് ഉയർന്നിട്ടുള്ള ആളുകളെ കണ്ടെത്തേണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നെഹ്റുജിയുടെ ഈ ഒരു സ്പീച്ചിൽ പറയാനുള്ളത്. ദെൻ അതിന് ന്യായീകരണം എന്താണ്? ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ഹർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ, അല്ലേ? ഇന്ത്യ ഹർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്നുള്ള അധ്യായത്തിൽ ഈസ് എ ഫേമസ് സ്പീച്ച് ബൈ നെഹ്റുജി. ഓക്കെ, നെഹ്റുജിയുടെ ഒരു അറിയപ്പെട്ട ഒരു സ്പീച്ചാണ്. മാത്രമല്ല ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, അല്ലേ? അദ്ദേഹം ആരായിരുന്നു? ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററാണ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ കൂടിയാണ് നമ്മളുടെ ജവഹർലാൽ നെഹ്റുജി. ഓക്കെ, ദിസ് സ്പീച്ച് റിഫ്ലക്ട്സ് നെഹ്റൂസ് തോട്ട്സ് ഓൺ ഇന്ത്യ ഹിസ്റ്റോറിക്കൽ ജേർണി. ഇന്ത്യയുടെ ചരിത്ര മുഹൂർത്തത്തിലേക്ക് നടന്നതിനെ കുറിച്ചുള്ള നെഹ്റുജിയുടെ ചിന്തകളാണ് നമ്മളിവിടെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. അതിനൊക്കെ പുറമെ ഇറ്റ് ചലഞ്ചസ് ആൻഡ് ഇറ്റ്സ് ആസ്പിറേഷൻ ഫോർ ദ ഫ്യൂച്ചർ. അദ്ദേഹത്തിൻ്റെ ഭാവിയിലേക്കുള്ള ആഗ്രഹങ്ങളെക്കുറിച്ചും ഭാവിയിലെ ആളുകൾക്ക് ഭാവി കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തെക്കുറിച്ചൊക്കെ ഒരു പ്രചോദനമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും അദ്ദേഹം ആളുകൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം ആളുകൾക്ക് എല്ലാം ത്യജിച്ച ആളുകൾക്ക് മുമ്പിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ഓർമ്മകളും അന്ന്
പുതുക്കി കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്പീച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ മേജർ ടാസ്ക് ദാറ്റ് നെഹ്റു ഫേസ്ഡ് ആസ് എ പ്രൈം മിനിസ്റ്റർ വാട്ട് ഈസ് നെഹ്റൂസ് വിഷൻസ് ഓഫ് ഇന്ത്യ ഇൻ ദ ഫ്യൂച്ചർ? നെഹ്റുവിന്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യ ഭാവിയിൽ എന്താവണം എന്നുള്ളതായിരുന്നു. ഇതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഒരു വിഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നു? നെഹ്റു വാണ്ടഡ് ടു ഇന്ത്യ ടു ബിക്കം റിച്ച് ആൻഡ് ഫോർ എവ്രി വൺ ടു ഹാവ് എ ഗുഡ് ലൈഫ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവനും നല്ലൊരു ജീവിതം ഉണ്ടാകണം. ഇന്ത്യ സ്വതന്ത്രമായിട്ടുള്ളൂ, പക്ഷെ എന്തെല്ലാം അന്നും കോടിക്കണക്കിന് ആളുകൾ ദരിദ്രരായിട്ട് ജീവിക്കുന്ന ഒരു ഇന്ത്യ ആയിരുന്നു ഒന്നുണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ എല്ലാവരും റിച്ച് ആയിട്ടുള്ള ആളുകളാണോ? ഇന്നും ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളുണ്ട്. അപ്പോൾ അന്നത്തെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും എന്തായിരിക്കണം, ഒരു സ്വതന്ത്ര ഒരു ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഹി ഓൾസോ വിഷ്ഡ് ഫോർ പീപ്പിൾ ടു സ്റ്റോപ്പ് ഫൈറ്റിംഗ് ഓവർ തിങ് ലൈക്ക് ടു റിലീജിയൻ. അല്ലേ, മതങ്ങൾ തമ്മിലുള്ള ഒരുപാട് സംഘടനകൾ അന്നുണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കണം, അതൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. കാസ്റ്റ് ഓർ വെർ ദേ കം ഫ്രം, ഹി ഡ്രീംഡ് ഫോർ ഓഫ് എ ലൈവ്ലി ഇന്ത്യ വേർ പീപ്പിൾ ട്രീറ്റ് ഈച്ച് അതർ ഈക്വലി. ഇന്ത്യയിലെ ജനങ്ങളൊക്കെ ഒരേപോലെ കാണണം, ഒരു ജാതിയില്ല, ഒരു മതമില്ല, അല്ലേ, എല്ലാവർക്കും ഏത് മതസ്ഥനായിക്കോട്ടെ എല്ലാവർക്കും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുവാനുള്ള അവകാശം വകവെച്ച് നൽകണമെന്നൊക്കെ അന്നത്തെ ഗാന്ധിജിയുടെ സ്പീച്ചിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നോ മേറ്റർ ദെയർ കാസ്റ്റ്, അല്ലേ, അവരുടെ ഏത് ജാതിയിൽപ്പെട്ട ആളായിക്കോട്ടെ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. നോ മാറ്റർ ദെയർ റിലീജിയൻ, നോ ബാക്ക്ഗ്രൗണ്ട്, അവർക്ക് ബാക്ക്ഗ്രൗണ്ടിന് ആവശ്യമില്ല. ഇന്ത്യയിലുള്ള ആളുകളാണോ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ജീവിക്കുവാനുള്ള അവകാശം ഉണ്ടാവണമെന്നൊക്കെ ജവഹർലാൽ നെഹ്റു അന്ന് ആഗ്രഹിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത്. നമ്മളുടെ ചാപ്റ്റർ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ചാപ്റ്റേഴ്സിൽ കൃത്യമായി പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് നെഗറ്റീവ് എഫക്റ്റ് ഹാവ് വെസ്റ്റേൺ ഇൻവേഷൻ ആഡ് ഓൺ അവർ കൺട്രി? എന്താണ് ഒരു ഇന്ത്യയുടെ സ്വതന്ത്ര രാജ്യത്ത് ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് ഭാഗം എന്തായിരുന്നു എന്നുള്ളതാണ്. നെഗറ്റീവ് എഫക്റ്റ് എന്തായിരുന്നു എന്നുള്ളതാണ്. ഡിഡ് ഇറ്റ് ഹാവ് എനി പോസിറ്റീവ് എഫക്റ്റ് ടു? ഇതിൽ നെഗറ്റീവ് മാത്രമല്ല, എന്തെങ്കിലും പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇഫ് സോ, ഉണ്ടെങ്കിൽ വാട്ട്, എന്തായിരുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായി വായിക്കുക, ശേഷം ആൻസർ ചെയ്യുക. ആൻസർ എന്താണ്? നെഗറ്റീവ് എഫേർട്സ് ഓഫ് വെസ്റ്റേൺ ഇൻവെൻഷൻ വാസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് റിസോഴ്സസ് ഓഫ് ഫോറിനേഴ്സ്. അതായത് വിദേശീയ ജനങ്ങളുടെ, ബ്രിട്ടീഷുകാരാവട്ടെ, ഫ്രഞ്ചുകാരാവട്ടെ, പോർച്ചുഗീസുകാരാവട്ടെ, ഏത് രാഷ്ട്രക്കാരായാലും ഇന്ത്യയെ ഒരുപാട് ചൂഷണം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു നെഗറ്റീവ് ഫോം നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് വരെ പല രാജ്യക്കാരും ഇന്ത്യയിൽ അധിനിവേശം നടത്തിയിട്ടുണ്ട്. അവരുടെ വസ്തുക്കൾ ഇവിടെ ചെലവഴിക്കുക, ഇവിടുത്തെ ചരക്കുകൾ അവിടെ ഫ്രീ ആയിട്ട് കൊണ്ടുപോയി ഉപയോഗിക്കുക എന്നൊരു രീതി ഏത് രാജ്യക്കാർക്കായാലും ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചൂഷണം ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായിരുന്നു ഒന്നാമത്തെ നെഗറ്റീവ് രീതി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് നോക്കാം. ദ പോസിറ്റീവ് എഫക്റ്റ്. നമ്മൾ രണ്ടെണ്ണം പറഞ്ഞല്ലോ, നെഗറ്റീവ് ഉണ്ടായിരുന്നു ചോദിച്ചു, അത് പുറമെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചു. അപ്പം ദ പോസിറ്റീവ് എഫക്റ്റ് വാസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഫ്രഷ് യൂറോപ്യൻ ഐഡിയ ആൻഡ് നോളജ്. അല്ലെ, ഇന്ത്യയിൽ ആളുകളൊക്കെ ദരിദ്രരായിരുന്നു, എല്ലാവർക്കും പറയണമല്ലോ, എല്ലാവരും ദാരിദ്ര്യത്തിന്റെ പടുക്കുയിലുള്ള ആളുകളായിരുന്നു. ആ ഒരു സമയത്താണ് യൂറോപ്യൻ സ്റ്റൈലിലുള്ള വിദ്യാഭ്യാസ രീതിയിലേക്കൊക്കെ നമ്മൾ മാറുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ നെഗറ്റീവായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കാര്യങ്ങളുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള രീതി എന്ന് പറയുന്നത് നെഗറ്റീവ് എഫേർട്ട് ഓഫ് വെസ്റ്റേൺ ഇൻവേഷൻ വാസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് റിസോഴ്സസ് ഫോറിനേഴ്സ്. അല്ലെ, വിദേശീയരുടെ ഒരുപാട് വസ്തുക്കൾ വിദേശീയർ ഇന്ത്യ ഭരിക്കുകയും ഇന്ത്യയിലെ ആളുകളെ നന്നായിട്ട് ചൂഷണം ചെയ്തിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത്. അതിന് ഏത് രാജ്യക്കാരായാലും, ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഏത് രാജ്യക്കാരായാലും, ബ്രിട്ടീഷ് ആവട്ടെ, പോർച്ചുഗീസ് ആവട്ടെ, ഏത് ആളുകളായാലും അവരുടെ വസ്തുക്കൾ ഇവിടെ കൊടുന്ന് ആളുകൾക്ക് വിൽക്കുകയും
ഇവിടുത്തെ വസ്തുക്കൾ അവിടെ അവരുടെ രാജ്യത്ത് കൊണ്ടുപോയി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇന്ത്യയെ ഒരുപാട് ചൂഷണം ചെയ്ത് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതാണ് ഒന്നാമത്തെ നെഗറ്റീവ് ഫോം എന്ന് പറയുന്നത്. ഇനി ഇതിന് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ദ പോസിറ്റീവ് എഫക്ട് വാസ് ഇൻ ഇമ്പാക്ട് ഓഫ് ഫ്രഷ് യൂറോപ്യൻ ഐഡിയാസ് ആൻഡ് നോളജ്. ഇന്ത്യയിൽ ആളുകൾക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു. നമ്മളെല്ലാവരും ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് യൂറോപ്യർ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഷകളൊക്കെ നമ്മളുടെ ആളുകൾക്ക് പഠിക്കാൻ പറ്റി, അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് യൂറോപ്യർ ഇന്ത്യയിലേക്ക് വന്നതുകൊണ്ടായിട്ടുള്ള പോസിറ്റീവ് എന്ന് പറയുന്നത്. യൂറോപ്യൻസ് ബോട്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. യൂറോപ്യരാണ് തോന്നിയിട്ടുള്ളത് വ്യവസായ വിപ്ലവം കൊണ്ടുവന്നിട്ടുള്ളത്. അവർ കാരണം ഏർലി ഇൻ അവർ കൺട്രി, നമ്മുടെ രാജ്യത്ത് എല്ലാ രാജ്യത്തും ഉണ്ടായപ്പോൾ നമ്മളുടെ നാട്ടിൽ അവർക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ട്. കാരണം യൂറോപ്യന്മാർ വ്യാവസായികമായിട്ടുള്ള യന്ത്രവൽക്കരണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും എല്ലാ വസ്തുക്കളും മെഷീനിസ് രൂപത്തിലേക്ക്, ഇപ്പം റെയിൽ ഗതാഗതമായാലും ഏത് മേഖല എടുത്ത് നോക്കിയാലും നമ്മുടെ നാട്ടിൽ എല്ലാവരെക്കാളും മുന്നേ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ നമുക്ക് എല്ലാവർക്കും കിട്ടിയ, അവരെ കൊണ്ട് കിട്ടിയ, ബ്രിട്ടീഷുകാരെ കൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു നേട്ടം എന്ന് പറയുന്നത്, ഒരു പോസിറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് നോക്കാം. വാട്ട് മോഡൽ ഓഫ് ചേഞ്ചസ് ഡസ് ഗാന്ധിജി പ്രൊവൈഡ്? ഗാന്ധിജി എന്തെല്ലാം മാറ്റങ്ങളാണ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നത്? ഗാന്ധിജീസ് മോഡൽ പ്രൊവൈഡ്സ് ബോത്ത് കണ്ടിന്യൂറ്റി ആസ് വെൽ ആസ് ചേഞ്ച്. ഇറ്റ് യൂസസ് ട്രൂത്ത് ആൻഡ് പീസ്ഫുൾ വേ ഇൻ ബ്രിങ് അബൌട്ട് റെവല്യൂഷണറി ചേഞ്ചസ്. അതായത് വിപ്ലവത്തെക്കാളും കൂടുതൽ ഇന്ത്യയിൽ വേണ്ടത് എന്താണ്? സമാധാനത്തോടു കൂടിയുള്ള ജീവിതമാണ്. അക്രമവും അരാജകത്വവും ഒഴിവാക്കുകയും നല്ല രൂപത്തിൽ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു. ഗാന്ധിജി യൂസ്ഡ് ദോസ് മെത്തേഡ്സ് വിച്ച് ആർ ഇന്ത്യൻ ഒറിജിൻ. ഇന്ത്യയിലെ ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു പ്രചരണമാണ് നടത്തിയിരുന്നത്, അഹിംസാപരമായിട്ടുള്ള ജീവിതം. അതാണ് അദ്ദേഹം ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യന്, വാട്ട് വേർ ദ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യ ഡ്യൂറിങ് ഇറ്റ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്? ഇന്ത്യയിലെ ചരിത്രപരമായിട്ടുള്ള വികസനങ്ങളിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്താണ് കാരണങ്ങൾ? ഇന്ത്യ വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ അഡ്വെന്റ് ഓഫ് ഇസ്ലാം ആൻഡ് മുസ്ലിംസ് ഇൻവാഷൻസ്. ഇന്ത്യയിലെ മുസ്ലിംസ് ഭരണാധികാരികൾ കൊണ്ടുവന്നിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഫോളോഡ് ബൈ ദ ഡൊമിനേഷൻ ഓഫ് വെസ്റ്റേൺ കൊളോണിയൽ പവേഴ്സ്. വെസ്റ്റേൺ കൊളോണിയൽ പവേഴ്സിൻ്റെ അധികാരം ഉപയോഗിച്ച് ഒരുപാട് അധികാര രൂപത്തിൽ അവരിവിടെ ഇസ്ലാം മതവിശ്വാസികളുടെ ഭരണം നടത്തിയിട്ടുണ്ട്. മുഗൾ ചക്രവർത്തിമാരായാലും ഏത് ഭരണാധികാരികളായാലും നല്ല രൂപത്തിലായിരുന്നു ഇന്ത്യയെ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ്. ദീസ് പീരിയഡ്സ് ബ്രോട്ട് ബോത്ത് ന്യൂ ഫോം ഓഫ് കൺട്രോൾ ആൻഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫ്രഷ് ഐഡിയാസ്. പുതിയ പുതിയ ഐഡിയകൾ ഇന്ത്യയിൽ നടപ്പിലാക്കി വന്നിരുന്നു എന്നുള്ളതാണ് ഇസ്ലാം മത വിശ്വാസികളെ കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രധാന നേട്ടം എന്ന് പറയുന്നത്. അലോങ് വിത്ത് ബാർഗോയിങ് ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ ഓഫ് യൂറോപ്പ്. യൂറോപ്യന്മാരുടെ വ്യവസായ വിപ്ലവത്തെ പോലും അവർ ഇവിടേക്ക് അനുകരിക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ 17ാമത്തെ അധ്യായത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ആദ്യമായി നേരത്തെ സൂചിപ്പിച്ച പോലെ 17ാമത്തെ അധ്യായം എന്താണ്? പോയമാണോ സ്റ്റോറിയാണോ? എല്ലാവർക്കും അറിയാം, അത് പോയമുമല്ല സ്റ്റോറിയുമല്ല, മറിച്ച് ഒരു സ്പീച്ചാണ്. നമ്മളുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്പീച്ചാണ്. ഇന്ത്യയുടെ ഭാവിയെ കണ്ടെത്തൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ മുഖവരയാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. അദ്ദേഹം ആ ഒരു പ്രസംഗത്തിൽ, സ്പീച്ചിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നതെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതുപോലെ മുൻകൂട്ടി പറഞ്ഞതുപോലെ തന്നെ എല്ലാ അധ്യായത്തിൻ്റെയും ഒരു വിവരണം നമുക്കുണ്ടായിരിക്കണം, ഒരു ബ്രീഫായിട്ടുള്ള വിവരണം നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ 18, നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. ഓക്കെ, ഈ ഒരു അധ്യായം നമ്മൾ പണ്ട് കാലങ്ങളിൽ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇത് പഠിച്ചവർക്ക് ഓർമ്മ ഉണ്ടാകും. ഓക്കെ, നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്നുള്ളതാണ്. ദെൻ ഫസ്റ്റ് ആയിട്ട് ഇതിൻ്റെ എന്താണ് പറയുന്നത് നോക്കാം. റീഡ് ദ ഫോളോവിങ് എക്സ്ട്രാസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഓക്കെ, ഈ ഒരു എക്സ്ട്രാ വായിച്ചിട്ട്, ഈ ഒരു ഭാഗം വായിച്ചിട്ട് ഇതിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. ഐ റിമെമ്പർ ദ നൈറ്റ് മൈ മദർ. ഓക്കെ, ആ രാത്രി എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മയുണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. വാസ് സ്റ്റങ് ബൈ ദ സ്കോർപ്പിയൻ. ഓക്കെ, ഒരു
സ്കോർപ്പിയൻ കുത്തിയിട്ടുള്ള ആ ഒരു രാത്രി എനിക്ക് ഓർമ്മയുണ്ട്. 10 hours of steady rain had driven him to crawl beneath a sack of rice. അല്ലെ, ഒരു അരിച്ചാക്കിനിടയിലേക്ക് ഒളിച്ചിരുന്നു. ഓക്കെ, അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു എന്നൊക്കെ കവിതയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇതിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഹു വാസ് സ്റ്റങ് ബൈ ദ സ്കോർപ്പിയൻ. സ്കോർപ്പിയൻ ആരെയാണ് കടിക്കുന്നത്? പോയറ്റ്സ് മദർ. ഓക്കെ, നമ്മുടെ കവിയുടെ അമ്മയെയാണ് സ്കോർപ്പിയൻ കടിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇവിടെ പറയുന്നുണ്ട് പോയറ്റ്സ് മദർ പറയുന്നു. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പോയറ്റ്സ് മദർ, പോയറ്റ്സ് ഫാദർ, പോയറ്റ്സ് ഗ്രാൻഡ് ഫാദർ, പോയറ്റ്സ് ഗ്രാൻഡ് മദർ. ആരെയാണ്? പോയറ്റ്സ് മദർ. ഓക്കെ, കവിയുടെ അമ്മയെയാണ് നമ്മുടെ ഈ അധ്യായത്തിൽ അമ്മയെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്നുള്ള ഭാഗത്ത് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ എവിൽ വൺ ഇൻ ദ പോയം. ഈ ഒരു പോയത്തിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? ദ ആൻസർ, ദ എവിൽ വൺ ഈസ് ദ സ്കോർപ്പിയൻ ദാറ്റ് സ്റ്റങ് ദ പോയറ്റ് മദർ. ഈ ഒരു അധ്യായത്തിൽ എവിൽ വൺ ആയിട്ട് വന്നിട്ടുള്ള ആരാണ്? സ്കോർപ്പിയൻ ആണ്. സ്കോർപ്പിയൻ എവിൽ എന്ന് പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ പോയറ്റിന്റെ അമ്മയെ കടിച്ചു എന്നുള്ളതാണ് ഈ ഒരു പോയത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, റൈറ്റ് ദ നെയിം ഓഫ് ദ പോയം ആൻഡ് ദ പോയറ്റ്. ഈ ഒരു പോയറ്റിന്റെ പേരെന്താണ്? ആരാണ് പോയറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ആൻസർ, ദ നെയിം ഓഫ് ദ പോയം ഈസ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ ആണ് ഈ ഒരു കവിതയുടെ പേര്. ആരാണ് പോയറ്റ്? നിസിം ഇസക്കിൽ. നിസിം ഇസക്കിലിന്റെ ഒരു വളരെ ഒരു ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു കവിതയാണ്. എല്ലാ ആചാരങ്ങളെയും സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ആചാരങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഒരു നിരൂപണ രൂപത്തിലുള്ള കവിതയാണ് നമ്മുടെ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്കോർപ്പിയൻ കടിച്ചിട്ട് നമ്മളുടെ അമ്മയെ ചികിത്സിക്കുന്ന രീതിയാണ് അദ്ദേഹം ഇവിടെ എടുത്തു കാണിക്കുന്നത് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു കെയിം ലൈക്ക് സ്വാം ഓഫ് ഫ്ലൈസ്. ആരാണ് നല്ല രൂപത്തിൽ ഒരു പറവയുടെ രൂപത്തിൽ ഇവിടെ വരുന്നത്? ദ വില്ലേജ് പിസൻസ്. അല്ലേ, വില്ലേജിലെ ഗ്രാമത്തിലെ ആളുകൾ. അതായത് എങ്ങനത്തെ ആളുകളാണ്? നല്ല സ്വാമിമാരുടെ രൂപത്തിലുള്ള ആളുകളാണ്, വൈദ്യന്മാരാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ്, pick out the words from the extracts which are similar in the meaning to the following expressions. അല്ലേ, എന്തൊക്കെയാണ്? ഫ്ലാഷ് ഓഫ് ഡയബോളിക് ടൈൽ, സ്വാം ഓഫ് ഫ്ലൈസ്. ദെൻ ഇതിന് ആൻസർ പറയുന്നത് സഡൻ അപ്പിയറൻസ് ഓഫ് എവിൽ ടൈൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാർജ് ഗ്രൂപ്പ് ഓഫ് ഫ്ലൈസ് എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വാസ് ദ പോയറ്റ് മദർ സ്റ്റങ് ബൈ ദ സ്കോർപ്പിയൻ. സ്കോർപ്പിയൻ എങ്ങനെയാണ് നമ്മളുടെ അമ്മയെ കടിക്കുന്നത്? പോയറ്റിന്റെ അമ്മയെ എങ്ങനെയാണ് സ്കോർപ്പിയൻ കടിക്കുന്നത്? എങ്ങനെയാണ്? ദ ഇൻസിഡന്റ് ടുക്ക് പ്ലേസ് ഇൻ ദ സ്പീക്കർ വില്ലേജ് ഹോം. ഇറ്റ് വാസ് ഡാർക്ക് നൈറ്റ്. ഒരു ഡാർക്ക് നൈറ്റിൽ, അർദ്ധരാത്രിയിൽ, ഇരുണ്ട രാത്രിയിൽ നമ്മളുടെ അമ്മയെ തനിച്ചാക്കി സ്പീക്കർ പോവുകയാണ്. ആ ഒരു സമയത്ത് ആ വില്ലേജ് ഹോമിൽ വെച്ചിട്ടാണ് സ്കോർപ്പിയൻ സ്റ്റങ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ 10 hours. 10 മണിക്കൂറോളം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ദ സ്കോർപ്പിയൻ ഹാഡ് ക്രൗഡ് ബനീത്ത് ആസ് എ സാക്ക് ഓഫ് റൈസ്. ഒരു അരിച്ചാക്കിനടിയിലേക്ക് നമ്മളുടെ സ്കോർപ്പിയൻ മറഞ്ഞിരിക്കുകയും ടു സീക്ക് പ്രൊട്ടക്ഷൻ ആൻഡ് ഷെൽട്ടർ ഫ്രം ദ റെയിൻ. മഴയിൽ നിന്ന് അഭയം പ്രാപിച്ചിട്ടാണ് ചാക്കിനടിയിലേക്ക് പോയതെന്നുള്ളതാണ്. ഓക്കെ, ഫ്രം ദ റെയിൻ ആൻഡ് സ്റ്റങ് the speaker's mother, then it run out again in the rain and disappeared. മാത്രമല്ല, അമ്മയെ കടിച്ച സന്ദർഭത്തിൽ തന്നെ ഒരുപാട് മഴ വീണ്ടും പെയ്തു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കമന്റ് ഓൺ ദ എൻഡിങ് ഓഫ് ദ പോയം നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയന്റെ എൻഡിങ്ങിനെ കുറിച്ച് കമന്റ് ചെയ്യാനാണ്. ദ പോയം നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ by Nizim Ezekiel describe the suffering of the poet's mother. അല്ലേ, കവിയുടെ അമ്മയുടെ വേദനകളെ കുറിച്ചുള്ള അമ്മ അനുഭവിക്കുന്ന വേദനകളെ കുറിച്ചാണ് നിസിം എസിക്കൽ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ എന്താ അനുഭവിക്കുന്നത്? when she was stung by a scorpion. Okay, ഒരു സ്കോർപ്പിയൻ കടിച്ചതിൻ്റെ ഭാഗമായിട്ട് അമ്മയ്ക്കുണ്ടാകുന്ന വേദനകളെ കുറിച്ചാണ് നമ്മളുടെ ഈ ഒരു അധ്യായത്തിൽ നസീം ഇസിക്കിൽ വിശദീകരിക്കുന്നത്.
ത്രൂ ദ വോൾ പോയം, ഈ പോയത്തിൽ ഉടനീളം ഇറ്റ് ഈസ് ഷോൺ ദാറ്റ് ഷീ വാസ് ക്രൈയിങ് ബിക്കോസ് ഓഫ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ പെയിൻ. വേദന കാരണം കിടന്ന് പൊളയുന്നതിൻ്റെ എഫക്റ്റീവ്നെസ്സിനാണ് ഇതിലെടുത്ത് കാണിക്കുന്നത്. ബട്ട് ആഫ്റ്റർ, ഇതിന് ശേഷം 20 ഹോഴ്സ് ഷീ വാസ് ക്യൂർഡ് ബൈ എംപാരിക് മെഡിസിൻ പ്രൊഡ്യൂസ്ഡ് ദ പോയറ്റ് ഫാദർ. പോയറ്റിൻ്റെ ഫാദർ കൊണ്ടുവരുന്ന മെഡിസിൻസുമായി അല്ലേ, ഒരുപാട് മതാചാരപരമായിട്ടുള്ള രീതികളെക്കുറിച്ചൊക്കെ നിസിം എസക്കിലൂടെ എടുത്തു കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആഫ്റ്റർ ഷീ റിക്കവേർഡ്, അവള് രോഗം മാറിയതിനു ശേഷം ഷീ സെഡ് നത്തിങ് അബൌട്ട് ഹെർ പെയിൻ ആൻഡ് സഫറിങ്. അവർക്കൊരു വേദന ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് പറയുന്നത്. ബട്ട് ഓൺലി താങ്ക്ഡ് ഗോഡ്, ദൈവത്തിന് നന്ദി പറയുകയാണ്. നോട്ട് ബിക്കോസ് ഹി റിലീവ്ഡ് ഹെർ പെയിൻ, ഓക്കെ, അവർക്ക് വേദന മാറ്റിയത് ആരാണ്? ദൈവമാണെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ബിക്കോസ് ഹി സേവ്ഡ് ഹെർ ചിൽഡ്രൻ ഫ്രം എ സിങ് ഓഫ് സ്കോർപ്പിയൻ. എന്നെ കടിച്ചെന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ മക്കളെ സ്കോർപ്പിയൻ കടിച്ചില്ല. അതിന് ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. താങ്ക് ഗോഡ് സ്കോർപ്പിയൻ പിക്ഡ് ഓൺ മീ ആൻഡ് സ്പാർഡ് ബൈ ചിൽഡ്രൻ ഹെർ ഇൻ ദ ഹൈ ഡെഡിക്കേഷൻ ഓഫ് Indian methods is very warmly expressed and also devotional mentality of rustic mother is clearly described. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മതാചാരപരമായിട്ടുള്ള ചികിത്സകൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോരുത്തരുടെയും വിശ്വാസത്തിലെ വരുന്ന പാകപ്പിഴവുകളെ കുറിച്ചാണ് നിസിം എസക്കിൽ ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചിന്തകൾ ഉണ്ടെന്നും അതൊക്കെ തെറ്റായ ധാരണയിൽ ഉപയോഗിക്കുകയാണെന്നും ഓരോരുത്തരും എല്ലാവരെയും മതാചാരപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ ക്രിറ്റിസൈസ് ചെയ്ത് പറയുകയാണ് കവി. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ ഒരു 18ാമത്തെ അധ്യായത്തിൽ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോണിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ 21 റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. ഇതൊരു ചെറിയ ഒരു ചാപ്റ്റർ ആണ്. ഈ ഒരു അധ്യായത്തിൽ പ്രധാനമായിട്ടും സമൂഹത്തിൽ ഒരു സാമൂഹിക ബോധം കുട്ടികളിൽ ഉണ്ടാകേണ്ട ബാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു അധ്യായത്തിൽ സാമൂഹികപരമായിട്ടുള്ള ഒരു സാമൂഹിക ബോധം കുട്ടികളിൽ ഉണ്ടാകേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഈ 21ാമത്തെ അധ്യായമായിട്ടുള്ള റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള അധ്യായത്തിൽ പറയുന്നത്. കാരണം ഇതിൽ വളരെ പ്രധാനമായിട്ടും അദ്ദേഹം ഈ ഒരു ചാപ്റ്റർ നമ്മളുടെ എക്സാമിന് വരുന്നത് ഈ രൂപത്തിലായിരിക്കും. എങ്ങനെയാ? നമ്മളുടെ അധ്യായത്തിൽ ഏതെങ്കിലും ഭാഗങ്ങൾ ചോദിക്കുകയും പ്രധാനപ്പെട്ടുള്ള ഏത് കവിതയായിക്കോട്ടെ സ്റ്റോറി ആയിക്കോട്ടെ ഏതെങ്കിലും ഭാഗങ്ങൾ ചോദിക്കുകയും ആ ഒരു പാരഗ്രാഫിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻ വരുന്ന രീതിയാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ചാപ്റ്റർ 21 റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഡസ് ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ സ്റ്റാർട്ട്? ഓക്കെ, സാമൂഹികവൽക്കരണം തുടങ്ങിയത് എന്നാണെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് റൈറ്റ് ഫ്രം ദ ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ കുട്ടികളിൽ സാമൂഹിക ബോധം കൊടുക്കണം എന്നുള്ളതാണ്. കുട്ടികളെ സാമൂഹികപരമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ വ്യൂ ഓഫ് ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ? ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കോമൺ ആയിട്ടുള്ള ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. ദ കോമൺ വ്യൂ ഓൺ ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ദാറ്റ് മീൻസ് ടു ഏൺ എ ലിവിങ് എന്നുള്ളതാണ്. ജീവിക്കാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് ഓദർ അഗ്രി വിത്ത് ദ കോമൺ വ്യൂ ഓഫ് ഓൺ എഡ്യൂക്കേഷൻ? അതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആൻസർ എന്താണ്? നോ. ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് ചാപ്റ്റർ 23യും ചാപ്റ്റർ 24, 26A, 26B എന്നുള്ള രൂപത്തിലാണ് 4 അധ്യായങ്ങളാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു ലൈവ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് മാത്രമേ പറയൂ. അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഞങ്ങളെല്ലാവരും നാറ്റമി നിങ്ങളുടെ കൂടെയുണ്ട്, നാഷണൽ അക്കാദമി നിങ്ങളുടെ കൂടെയുണ്ട്. കൃത്യമായി പഠിക്കുക. ഓക്കെ, താങ്ക് യു ടു ഓൾ.